ഓം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാഭാഗോ ശാസ്തേ സ്തുഭ്യം നമോ നമഃ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 വിഷു ഫലമാണ്. 2026 ഏപ്രിൽ മാസം 14-ാം തീയതി ഈ ഉത്രാടം നക്ഷത്രക്കാരായിരിക്കുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. അതായത് മീനം രാശിയിൽ ശനിയും മിഥുനം രാശിയിൽ വ്യാഴവും നിൽക്കെ കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 ഇംഗ്ലീഷ് വർഷക്കണക്കനുസരിച്ച് 2026 ഏപ്രിൽ മാസം 14-ാം തീയതി ചൊവ്വാഴ്ച ചതയം നക്ഷത്രത്തിൽ ആണ്. അത് കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും സുരഭിക്കരണവും ശുഭ്രനാമനിത്യയോഗവും ഭൂമി ഭൂതോദയം കൊണ്ട് മേടം രാശിയിലേക്ക് രവി സംക്രമം. അതായത് ഉത്രാടം നക്ഷത്രക്കാർക്ക് വിഷുവിന് ശേഷം വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകൾ. മേടം രാശിയിലേക്ക് ആദിത്യൻ മാറുന്ന, മീനത്തിൽ നിൽക്കുന്ന ആദിത്യൻ മേടം രാശിയിലേക്ക് മാറുന്ന സമയമാണ് ഞാൻ പറഞ്ഞത്. തിഥിയും കരണവും നിത്യയോഗവും അങ്ങനെ ഉദയവും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആദിത്യനെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പവർഫുള്ളായിരിക്കുന്ന ഒരു രാശിയാണ് മേടം രാശി. അതായത് ഓരോ ഗ്രഹത്തിനും സ്വക്ഷേത്രം, അതുപോലെ തന്നെ ഉച്ചക്ഷേത്രം, നീചക്ഷേത്രം, മൂലത്രികോണം, ശത്രുക്ഷേത്രം, മിത്രക്ഷേത്രം, ബന്ധുക്ഷേത്രം എന്നിങ്ങനെയൊക്കെ പല വിധത്തിൽ ഉണ്ട് സ്ഥിതി. അതിൽ ആദിത്യനാണ് ഏറ്റവും പവർഫുള്ളുള്ള ഗ്രഹങ്ങളിൽ വെച്ച്. ആ ഗ്രഹം തൻ്റെ ഏറ്റവും ബലവാനായിരിക്കുന്ന ആ രാശിയിലേക്ക് മാറുന്ന ആ സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ആണ് വിഷുഫലം പറയുന്നത്. അത് മറ്റ് ഗോചരഫലങ്ങളോ ജാതകഫലങ്ങളോ ഒന്നും അതിനെ ബാധിക്കുകയില്ല. വൃക്ഷ ലതാദികൾക്കും പക്ഷി മൃഗാദികൾക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു വിഷുഫലമാണ്. അതുമൂലം ഉത്രാടം നക്ഷത്രക്കാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ഏറ്റവും പ്രധാനം ഓരോ നക്ഷത്രക്കാരായിരിക്കുന്ന ഓരോ വ്യക്തികളും ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ ഉണ്ടാകുവാൻ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് കാലാവസ്ഥയാണല്ലോ. കാലാവസ്ഥയും സമാധാനവും ഒക്കെ ഒരു പ്രധാന ഘടകമാണ്. അത് കുടുംബത്തെ ആയാലും നമ്മൾ അധിവസിക്കുന്ന സമൂഹത്തിലായാലും രാജ്യത്തിലായാലും ഭൂമിയിൽ പൊതുവെ തന്നെയും ഒരു സമാധാനമൊക്കെ വന്നു ചേർന്ന് നല്ല കാലാവസ്ഥയും നല്ല കൃഷിയൊക്കെ അഭിവൃദ്ധിപ്പെടുന്നതിനും തൊഴിൽ പുരോഗതി വന്നു ചേരുന്നതിനും ഒക്കെ യോഗമുണ്ട്. അത് ഉത്രാട നക്ഷത്രക്കാർക്ക് ആ അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എല്ലാ നക്ഷത്രക്കാർക്കും അത് സാധിക്കുകയില്ല. നല്ല കാലാവസ്ഥയും നല്ല അനുകൂലമായ നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, ജോലിയൊന്നും ചെയ്യാതെ പാഴാക്കി കളയുന്ന എത്രയോ പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് ലഭിക്കണമെങ്കിൽ അതിനൊരു ഭാഗ്യം വേണം, ദൈവാധീനം വേണം, ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും ഒക്കെ അനുഗ്രഹം വേണം. തർക്കുത്തരം പറഞ്ഞ് തെറ്റിപ്പിരിപ്പിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കി ഏതെങ്കിലും തരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടും ഒക്കെ നടക്കുന്ന ധാരാളം ആൾക്കാർ ഇപ്പോൾ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഒക്കെ കാണാറുണ്ട്. അത് അനുഭവിക്കുവാൻ യോഗം അവർക്കില്ലാത്തത് കൊണ്ടാണ്. ഇതൊക്കെ സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കുക, സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും വർദ്ധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഉത്രാടം നക്ഷത്രക്കാർക്ക് വിശേഷാൽ ഈ വിഷുവിന് ശേഷം വന്നു ചേരും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. അതുപോലെ ഭക്ഷണകാര്യങ്ങളിൽ കൃത്യനിഷ്ഠയോടുകൂടി നല്ല ഭക്ഷണമൊക്കെ കിട്ടുവാൻ യോഗമുണ്ട്. നല്ല ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കാശൊക്കെ കയ്യിലുണ്ട് എന്ന് കഴിക്കാനിരിക്കുമ്പോൾ കൊള്ളുകയറാത്ത ഭക്ഷണമാണ് ലഭിക്കുക. അത് ചിലപ്പോൾ പാചകം ചെയ്യുന്നത് ഒക്കാഴിക വരികയും ഒക്കെ അങ്ങനെ സംഭവിക്കാം. ചിലപ്പോൾ നല്ല ചില ഹോട്ടലുകളിൽ കയറിയാലൊക്കെ അങ്ങനെ കാണാറില്ലേ? സദ്യക്ക് പോയാലും ഒക്കെ അനുഭവത്തിൽ വന്നു ചേരാം. അത് നമ്മുടെ അനുഭവമാണ്. ഉത്രാട നക്ഷത്രക്കാർക്ക് നല്ല ഭക്ഷണ യോഗം, നല്ല ആടയാഭരണങ്ങൾക്ക് യോഗമുണ്ട്, ആരോഗ്യത്തിന് യോഗമുണ്ട്. അതുപോലെ തന്നെ നല്ല വാഹനം വന്നു ചേരുവാൻ യോഗമുണ്ട്, ഗൃഹം വന്നു ചേരുവാൻ യോഗമുണ്ട്. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം വന്ന് നടക്കുവാൻ യോഗമുണ്ട്. ദമ്പതികൾക്ക്
ഐശ്വര്യപൂർണമായ കുടുംബജീവിതത്തിന് യോഗമുണ്ട്. ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുക, ഇതൊക്കെ വളരെ വിദൂരമായ ദേശങ്ങളിലെല്ലാം ചുറ്റിക്കറങ്ങി നടക്കുക എന്നുള്ളതല്ല. എല്ലാവർക്കും അതിനുള്ള പണം ഉണ്ടായെന്ന് വരികയില്ല. എങ്കിലും നമുക്ക് നല്ല നല്ല കാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ പുണ്യസ്ഥലങ്ങൾ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിലും പോയി പ്രാർത്ഥിച്ച് സമാധാനത്തോടുകൂടി കുറച്ച് സമയം അവിടെ ചെലവഴിക്കുന്നതിനും, അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ വിവാഹത്തിന് പോയി പങ്കെടുത്ത് സന്തോഷകരമായിട്ട് അവിടെ കഴിഞ്ഞുകൂടുന്നതിനും ഉള്ള ഗൃഹമൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കുക. എല്ലാവർക്കും കൊട്ടാവരം പോലെയുള്ള വീടുകൾ ഉണ്ടാകുമോ? ഇല്ല. എങ്കിലും ഉള്ള ഗൃഹം ഒന്ന് മോടി പിടിപ്പിക്കുക, അവിടെ സന്തോഷം വന്നു ചേരുക, ഐശ്വര്യങ്ങൾ വന്നു ചേരുക, സന്താനങ്ങളോടൊപ്പം ജീവിക്കുക, മാതാപിതാക്കളോടൊപ്പം സഹോദരങ്ങളോടൊപ്പം സമാധാനപൂർണ്ണമായ കുടുംബജീവിതം നയിക്കുവാനൊക്കെ ഈ വിഷു ഫലം കൊണ്ട് ഉത്രാട നക്ഷത്രക്കാർക്ക് വന്നു ചേരും. അത് ഈ ഒരു വർഷത്തേനുള്ള ഫലമാണ് പറയുന്നത്, അടുത്ത വിഷു വരെ. അത് ഗോചരഫലങ്ങളോ മറ്റ് ജാതകഫലങ്ങളോ ഒക്കെ ദോഷമായിട്ടുണ്ട് എങ്കിലും അതൊന്നും ബാധകമല്ല ഈ വിഷുവിന് ഫലത്തിൽ. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ധനം വന്നു ചേരും. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് അതീവ ജാഗ്രത വേണം. അതുപോലെ തന്നെ കഴിവതും ദേഷ്യം ഒഴിവാക്കുക, വിഘടനവാദപരമായ സ്വഭാവം ഒഴിവാക്കുക. എല്ലാവർക്കും ദാനധർമാദികൾ ചെയ്യുക. എല്ലാവരും ചോദിക്കും, അന്നേരം ദാനം ചെയ്യാൻ എവിടെയാണ്, നമ്മുടെ കയ്യിൽ ധനം എവിടെയാണെന്ന്. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യത എന്ന് പറയുന്ന ആ പ്രമാണപ്രകാരം നമുക്ക് ഓരോരുത്തർക്കും എത്ര എടുത്താലും തീരാത്ത രീതിയിൽ, എടുക്കും തോറും തീരും, അതിലാണല്ലോ പണം. എടുത്താൽ തീരുകരാത്ത ഒരു സ്നേഹമുണ്ട് എല്ലാവർക്കും. അത് മനസ്സ് തുറക്കണം, എന്നിട്ട് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുക. അപ്പോൾ സ്നേഹം തിരിച്ചു കിട്ടും, വിജയങ്ങൾ വന്നു ചേരും, സന്തോഷം വന്നു ചേരും, അഭിവൃദ്ധി വന്നു ചേരും, തൊഴിൽ പുരോഗതി വന്നു ചേരും. അത് നമ്മുടെ സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുന്നവർ, ബിസിനസ് സ്ഥാപനമായാലും അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഉൽപ്പാദിത ചെറുകിട വ്യവസായമോ വൻകിട വ്യവസായമോ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ, ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ, ബ്രോക്കറിംഗ് കാര്യങ്ങൾ, ഇങ്ങനെ നിരവധി പോകുന്നു. ആർക്കിടെക്റ്റേഴ്സ്, ഇന്ത്യയിലെ ഡിസൈനേഴ്സ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഇവർക്കൊക്കെ എല്ലാവർക്കും സന്തോഷമാണെന്നാണോ കരുതുന്നത്? അല്ല. സന്മനസ്സുള്ളവർക്ക് അത് സന്തോഷം അങ്ങോട്ട് കൊടുക്കുന്നവർക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുക. ഉത്തമ സന്താന യോഗമൊക്കെ ഉള്ള ഒരു വർഷമാണ് വരാൻ പോകുന്നത്. അതായത് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളവർ ദീർഘകാലമായിട്ട് ഒരു സന്താന ഭാഗ്യത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്താനം വന്നു ചേരുവാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം വന്ന് നടക്കുവാൻ യോഗമുണ്ട്. അങ്ങനെ നിരവധി ഭാഗ്യങ്ങളുള്ള ഒരു വർഷമാണ് വരാൻ പോകുന്നത്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ, അതായത് ഗ്രഹനില നോക്കുന്നതിന്, ജാതകം നോക്കുന്നതിന്, പൊരുത്തം നോക്കുന്നതിന്, മുഹൂർത്തം നോക്കുന്നതിനൊക്കെ ഓൺലൈനായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ നേരിട്ട് വരികാനും ഒക്കെ അവസരമുണ്ട്. എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവുമായ വിഷു ആശംസകൾ.